ചുരമാണ് കേട്ടോ. ബസ് കേണൽ ജോൺ പെന്നിക്ക് മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കിയ ആളാണ് കേട്ടോ നിൽക്കുന്നത്. പെരിയാറിൽ നിന്നും തമിഴ്നാട് വെള്ളം കൊണ്ടുവന്ന പൈപ്പാണേ. തേനി ജില്ലയിലെ ഗൂഡല്ലൂരിലെ മുന്തിരിത്തോട്ടമാണ്. എഡിറ്റ് ട്രാവൽ വേലിന് പുതിയൊരു വീഡിയോ ഇട്ട് എല്ലാവർക്കും സ്വാഗതം. തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് തേക്കടിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരെയുള്ള ആന സഫാരിയും പിന്നെ തമിഴ്നാടിൻ്റെ നല്ല അടിപൊളി ഗ്രാമപ്രദേശങ്ങളിലൊന്നായ ഗൂഡല്ലൂരും പിന്നെ അവിടുത്തെ ഗ്രേപ്സ് ഗാർഡനൊക്കെ കണ്ട് ഒരു അടിപൊളി ഒരു ജീപ്പ് സഫാരിയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. തേക്കടിയിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ആന സഫാരി പോലോട്ടാണ് ആദ്യം അവിടുന്ന് പോയത്. ആനയുടെ പുറത്ത് ഇരിക്കാനൊക്കെ നല്ല അടിപൊളി സീറ്റൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇരിക്കാനുള്ളൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. 500 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂർ സഫാരിയും അതുപോലെ ഇങ്ങനെ തുമ്പുക്കയൊക്കെ ഉയർത്തി കഴിഞ്ഞുള്ള ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. അവർ തന്നെ എടുത്തു തരും അല്ലേ. എല്ലാം ചെക്ക് ആണല്ലേ. ഈ ആന സഫാരി പോയിന്റ് ഉണ്ടല്ലോ, ഇവിടെ 9 ആനകളാണ് ഇപ്പം പ്രസന്റ്ലി ഉള്ളത്. ഇത് ഒരു പ്രൈവറ്റ് വ്യക്തിയുടെയാണ്. പക്ഷേ ആനയുടെ പരിപാലനം അതുപോലെ ആനയ്ക്ക് എല്ലാ മേൽനോട്ടവും നടത്തുന്നത് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ എനിക്കും ആദ്യമായിട്ട് ആനയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കാനും ആനയുടെ തലോടാനൊക്കെ ആയിട്ട് പറ്റി. ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇവിടെ ഇത്രയും പ്രോഗ്രാമുകളുണ്ട് കേട്ടോ. ബമ്പർ കാർ ഗെയിം, 12T തിയേറ്റർ, ബ്ലൂ ബെല്ല്, അതുപോലെ കളറി പൈറ്റും കാണാൻ പറ്റേ. പിന്നെ കഥകളി, മാജിക്ക്, ഇതിൻ്റെയൊക്കെ ടിക്കറ്റ് ചാർജ് വരുന്നത് 200 രൂപയാണ്. അങ്ങനെ ആന സഫാരിയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടുന്ന് ഈ തമിഴ്നാട്ടിലെ വില്ലേജിലോട്ട് പോകാൻ കേട്ടോ. അപ്പം കുമളി ടൗൺ വഴിയാണ് നമ്മൾ പോകുന്നത്. കുമളി ടൗൺ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിൻ്റെ ബോർഡറാണ്. ഇനി അങ്ങോട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ ഹെയർപിൻ വളവുകളൊക്കെയാണ്. നല്ല ഹെവി ചുരമാണ് കേട്ടോ. നോക്കിയ ബസ് വളച്ചെടുക്കുന്നത് നല്ല പാടുപെട്ടിട്ടാണ്. നല്ല ഹെയർപിൻ വളവുകളൊക്കെ ഉള്ള റോഡാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു റോഡ് ട്രിപ്പിന് പറ്റിയ സ്ഥലം തന്നെ. ഇത്രയും വലിയ പൈപ്പ് ലൈനാണല്ലേ. അതായത് നമ്മുടെ പെരിയാർ ഇവിടുത്തെ പെരിയാർ ലേക്കിൽ നിന്നുള്ള വെള്ളം അല്ലേ. ടണൽ വഴി മേലെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ ഈ പൈപ്പ് ലൈൻ വഴി ഇതുണ്ട്. അവിടെ വന്ന ടണലിലെ വെള്ളം സ്റ്റോക്കാണ്. അവിടെ നിന്ന് വന്നിട്ട് പിന്നെ താഴ്ച തമിഴ്നാട്ടിലോട്ട് സപ്ലൈ ചെയ്യും അല്ലേ. അവർ കറണ്ടൊക്കെ എടുക്കുന്നത്. ഇത് താഴെ കാണുന്ന ഫുള്ള് തമിഴ്നാടാണ്. അത് കാണുന്ന ആ വെള്ളം ഇത് ഇവിടുന്ന് പോകുന്ന വെള്ളമാണോ അത്? അതെ അതെ. പുള്ളിയാർ രാജ. ഓഹോ. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴുണ്ടല്ലോ നമ്മൾ ഈ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയതും അതിൻ്റെ ആ ഒരു ബുദ്ധിശാലി ആരാന്നുള്ളത് ഇന്നാണ് മനസ്സിലായത് കേട്ടോ. ആർക്കിടെക്റ്റ് ഓഫ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് കേണൽ ജോൺ പെന്നിക്ക് എന്ന് പറഞ്ഞ ഒരാളാണ് കേട്ടോ. അയാൾ ഈ ആശയം ഉണ്ടല്ലോ, ഈ മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കാമെന്നുള്ള ഒരു ആശയം വന്നപ്പോൾ ബ്രിട്ടീഷുകാർ ഒരുപാട് പൈസ ചിലവാകും അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞിട്ട് കളിയാക്കുകയുണ്ടായി. എന്നാൽ സ്വന്തം പൈസ, സ്വന്തം ഭാര്യയുടെ താലിമാല അടക്കം കൊടുത്തിട്ടാണ് ഈ കേണൽ ജോൺ പെന്നിക്ക് എന്ന് പറഞ്ഞ ഒരു വ്യക്തി മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കുന്നതാണ്. അതിന് ഇതായിട്ട് സ്മരണയായിട്ട് ഇവിടെ ഒരു ജോൺ പെന്നിക്കിൻ്റെ ഒരു
ഓർമ്മയ്ക്കായിട്ട് ഒരു കെട്ടിടം ഉണ്ടാക്കി വെച്ചേക്കുവാണ് കേട്ടോ. ഏകദേശം തമിഴ്നാട് ജില്ലയിലെ 5 ജില്ലകൾക്ക് വെള്ളത്തിന് ആശ്രയം എന്ന് പറയുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഉണ്ടാക്കിയത് ത്രൂ ആണ്. അതുകൊണ്ട് കിങ് ഓഫ് തമിഴ്നാട് എന്ന് വരെയാണ് അറിയപ്പെടുന്നത്. പല വീടുകളിലും ഇദ്ദേഹത്തിൻ്റെ പ്രതിമ വരെ ദൈവം പോലെ തന്നെ സൂക്ഷിക്കുന്നുണ്ടെന്നാണ് ഇവിടെ നിന്നുള്ള ചേട്ടന്മാരെ പറഞ്ഞത് കേട്ടോ. മുല്ലപ്പെരിയാർ ഡാം എന്താ പറയുന്നത്? കിങ് ഓഫ് തമിഴ്നാട് പറയുന്നുണ്ടല്ലോ, അറിയപ്പെടുന്നത്. ഓ, പുള്ളി അന്ന് മുൻകൂട്ടി എടുത്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം കാണുന്നത് അല്ലേ? ഓഹോ, അന്ന് 45 lakhs പണിതാണ് മുല്ലപ്പെരിയാർ ഡാം. 14,000 lakh. ഫാമിലി ഫോട്ടോ അല്ലേ? ജോൺ പെന്നിക്യൂ അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് അതിൻ്റെ പെന്നിക്യൂൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഉള്ള ആണ് കസേരയും ഇങ്ങനെയുള്ള പഴയകാല ചിത്രങ്ങളും എല്ലാം തമിഴിലാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? എല്ലാം പറയുന്നത് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു കേട്ടോ. എന്താ രസമില്ല തമിഴ്നാടിൻ്റെ ശരിക്കുള്ള ഗ്രാമീണ ഭംഗി നോക്കിക്കേ. ചുറ്റും മലനിരകളും തെങ്ങിൻ തോപ്പുകളും കൃഷിയിടങ്ങൾ. ഇവിടുത്തെ കൃഷിയിടങ്ങളാണ് ഇപ്പോൾ ശരിക്കും പരമ്പരാഗത രീതിയിൽ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇളയരാജ സാറിൻ്റെ അമ്മയുടെ വീടാണ് കേട്ടോ. തമിഴ്നാട് ഗവൺമെൻറ് ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന ഫ്ലാറ്റുകളാണ്. അങ്ങനെ ഗൂഡല്ലൂരിലുള്ള ഒരു മുന്തിരിത്തോട്ടം, മലയാളത്തിലേക്ക് എഴുതി വെച്ചൊരു മുന്തിരിത്തോട്ടം തന്നെ അവിടെ നിർത്തി കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പെറ്റ് സ്റ്റേഷനും ഉണ്ട്. നമുക്ക് അവിടെ വേണമെങ്കിലും കയറാനാണ്. 50 രൂപ ടിക്കറ്റ് ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പക്ഷികളിലെയൊക്കെ തോളയിലും കയ്യിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റും. സ്ഥലം കറക്റ്റ് വരുന്നത് നമ്മുടെ ഈ മുന്തിരിത്തോട്ടമുള്ള ഗൂഡല്ലൂർ. ഇവിടെ വന്നല്ലേ? ഇതിപ്പോൾ നമ്മൾ അവിടുന്ന് കുമളിന്ന് ഗൂഡല്ലൂർ അല്ലേ? 18 കിലോമീറ്റർ. നോക്കി ഇവിടുത്തെ ഒരു ട്രഡീഷണൽ മാതൃകയിൽ ഉണ്ടാക്കിയ ഒരു വീട് നോക്കി, ഓല കൊണ്ടൊക്കെ മേഞ്ഞൊരു വീട്, 4 ചുറ്റിനും മുന്തിരിത്തോപ്പുകൾ. ഈ മുന്തിരിത്തോപ്പുകൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സൈഡിൽ പഴുത്തതാണെങ്കിൽ അപ്പുറത്തെ സൈഡിൽ എന്ന് പറഞ്ഞാൽ പച്ച മുന്തിരി ഉണ്ട്. അതിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് എന്താ പറയുക, റൊട്ടേഷൻ ആയിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ പഴുത്തത് തീരുമ്പോൾ അപ്പുറ സൈഡിൽ ആ പച്ച ഉള്ളത് അത് മൂത്ത് വരും. അങ്ങനെ എപ്പോഴും ഇവിടെ ഗ്രേപ്സ് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. പുതിയത് വരാൻ തുടങ്ങി. അപ്പോൾ ഇത് എടുക്കുന്ന സമയം ഇത് ഓക്കെ അങ്ങനെ ഒരു 24/7 ഇങ്ങനെ കറങ്ങി റൊട്ടേഷൻ. അപ്പോൾ ഇത്ര ഏക്കറുണ്ട്. ഓക്കെ. ഇതിപ്പം ഗ്രീൻ ആയതുള്ളൂ അല്ലേ? ഈ സൈഡിലുള്ള 2 മാസം. അപ്പോൾ നമ്മൾ ഈ ഗൂഡല്ലൂരുള്ള മുന്തിരിത്തോപ്പിൽ വന്നതാണ് കേട്ടോ, മുന്തിരിത്തോട്ടം കാണാനായിട്ട്. നമ്മുടെ ഇവിടുമ്പള്ളിയിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മുന്തിരിത്തോട്ടം കാണാനായിട്ട് പറ്റും. നല്ല അടിപൊളി ഒരു സ്ഥലം കേട്ടോ. മുന്തിരിത്തോട്ടമൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും വരണം. നമുക്ക് കുമളിയിൽ നിന്ന് വെറും 18 കിലോമീറ്റർ ഉള്ളൂ. ഇവിടെ ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് ഇവിടുന്ന് മേടിച്ചിട്ട് പോകാൻ പറ്റും. നമുക്ക് ഒരെണ്ണം ഇതിനകത്ത് കഴിച്ച് നോക്കാം. നല്ലത്. സൂപ്പർ കേട്ടോ. സത്യം നമ്മളെ അവിടുന്ന് കഴിക്കുന്നതിൽ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ്, അടിപൊളി. ഇവിടെ ശരിക്കും ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സീസൺ ടൈം വരുന്നത് ഏപ്രിൽ മെയ് മാസത്തിലാണ് കേട്ടോ വരുന്നത്. ഞാനിപ്പോൾ വന്നതെന്ന് പറഞ്ഞാൽ ഡിസംബറിലായതുകൊണ്ട് തന്നെ ഇവിടെ ഓഫ് സീസൺ ടൈമാണ്. എന്നാലും കൂടി നമുക്കിവിടെ എപ്പം വന്നാലും ഗ്രേപ്സ് ഗാർഡൻ കാണാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഓഫ് സീസൺ ആയതുകൊണ്ട് മാത്രം ഇവിടുത്തെ ഈ മുന്തിരി പറിച്ച് ഇതിൻ്റെ ഇത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാനൊക്കെ ഇവിടെ തന്നെ പറിച്ച് നമുക്ക് കഴിക്കാനുണ്ട്. അല്ലെങ്കിൽ അവരത് പറിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടുന്ന് പറിച്ച് കഴിഞ്ഞാൽ 500 രൂപ ശിക്ഷാർഹമെന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ്. അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ ഈ സീസൺ ടൈമിൽ വരുവാണെങ്കിൽ ഏകദേശം മാർക്കറ്റിൽ നിന്ന് എന്താണെങ്കിലും ഒരു 40-50 രൂപ കുറച്ചിട്ടായിരിക്കും ഇവിടെ എപ്പോഴും കൊടുക്കുന്നതാണ് പറഞ്ഞത്. ഇതിന് എത്ര വർഷം പഴക്കം ഉണ്ടാവും? 40. ഏതാ ഈ മുന്തിരി? ഇതിന് ഈ കണ്ടില്ലേ? 40 വർഷം. 40 വർഷം പഴക്കമുണ്ടല്ലേ? ഇത് 40 വർഷം ആയില്ല. ഇത് 40 വർഷം നിൽക്കും. പുതിയത് കയറുക.
ഓക്കെ ഓക്കെ. അത് അതിൽ നിന്ന് ബ്രാഞ്ച് നട്ടുന്നല്ലേ? നട്ട് കയറ്റുന്ന. ഇത് കാലാവധി കഴിയുമ്പോൾ ഇത് പോകുമ്പോഴത്തേക്കും അവനങ്ങ് കയറി വരും. ഓഹോ. അപ്പോൾ എപ്പോഴും ഉണ്ടാവുമല്ലേ ഇവിടെ? എപ്പോഴും ഉണ്ട്. ഇതുണ്ട്. ഇത് ഇപ്പോൾ ഏകദേശം ഒരു 25 വർഷമായിട്ടോ. ഇതിൻ്റെ 40 വർഷം വരെയാണ് ഇതിൻ്റെ കാലാവധി. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് അവർ പുതിയ പുതിയ പ്ലാന്റുകൾ അവരിവിടെ വെക്കും. അപ്പം എപ്പോഴും ഉണ്ടാവും ഈ മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ. എപ്പോഴും അവർക്ക് എപ്പോഴും മുന്തിരി സീസൺ അവർക്ക് അവൈലബിൾ ആയിരിക്കും. ഒരു ചെറിയൊരു തോട്ടത്തിൽ കഴിയുമ്പോൾ അടുത്ത തോട്ടത്തിലേക്ക് അയച്ചിട്ടുണ്ടാവും. അങ്ങനൊരു ഫ്യൂച്ചർ പ്ലാനോട് കൂടിയിട്ടാണ് കേട്ടോ ഇവർ ചെയ്യുന്നത്. ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ കേട്ടോ. എവിടെ കിട്ടുമല്ലോ ഇതുപോലെ മുന്തിരിത്തോട്ടത്തിന് നടുക്കൂടെ നടക്കാനും മുന്തിരിത്തോട്ടം കാണാനും പറിക്കാനും കഴിക്കാനൊക്കെ ഉള്ളൊരു അവസരം. ഇതൊക്കെ പച്ച മുന്തിരി ഇതിപ്പോൾ ഏകദേശം ഒരു 2 മാസം 1.5 മാസം കഴിയുമ്പോൾ തന്നെ ഇത് മൂക്കുമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും അതങ്ങനെ മുന്തിരി ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും മുന്തിരിത്തോട്ടം നമുക്ക് കാണാനായിട്ട് ഒരു മുന്തിരിയൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. എന്നാലും അവിടുത്തെ കാഴ്ചയായിട്ട് നമ്മൾ ഇനിയിപ്പം ഗുഡല്ലൂരിലെ ഉള്ളിലോട്ടുള്ള ഗ്രാമപ്രദേശങ്ങൾ കാണാനായിട്ട് പോവുകയാണ് കേട്ടോ. അവിടുത്തെ കൃഷിയിടങ്ങളും കൃഷി രീതികളൊക്കെ കാണാനായിട്ട്. ഗൂഡല്ലൂർ എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഈ തേനി ഡിസ്ട്രിക്റ്റുള്ള ഒരു അടിപൊളി ഒരു വില്ലേജ് തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ ഒരു തവണ പോകേണ്ടതാണ്. കാരണം എത്ര മനോഹരതയാണ് അവിടുത്തെ ആ കാഴ്ചകൾ കാണാനായിട്ട്. ഈ ജമന്തി പൂക്കൾ നോക്കി, എന്ത് പൂക്കളായാലും നെല്ലായാലും അതുപോലെ തന്നെ കരിമ്പ്, എല്ലാ തരത്തിലുള്ള കൃഷിരീതികളും അവിടെ ഉണ്ടെന്നുള്ളതാണ്. ഗ്രാമങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടുത്തെ താമസ സ്ഥലങ്ങളൊക്കെ നോക്കി സിമ്പിളായിട്ടുള്ള ഒരു പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളുമാണ് കേട്ടോ. നമ്മുടെ പോലെ അധികം ആഡംബരമൊന്നുമുള്ള കെട്ടിടങ്ങളും ഒന്നും തന്നെ അങ്ങനെ കാണാനായിട്ട് പറ്റത്തില്ല കേട്ടോ. നല്ല ലളിതമായ ജീവിത ശൈലിയും കൃഷി രീതികൾ കൊണ്ട് തന്നെ മാത്രം ജീവിക്കുന്ന, ഇപ്പോഴും ജീവിക്കുന്ന ഒരു കൂട്ടം നല്ല ആൾക്കാരെ കാണാനായിട്ട് പറ്റി കേട്ടോ. തെങ്ങിൻ തോപ്പുകളും വാഴക്കൃഷിയും എല്ലാം ആയിട്ട് ഇതെന്തെന്ന് മനസ്സിലായോ? കോട്ടൺ ആണ് കേട്ടോ. പഞ്ഞിക്കൃഷി. വലിയ മരങ്ങളെ നമ്മളവിടെ കണ്ടത് ഇതുപോലെ ചെറിയ മരങ്ങളാണ് കേട്ടോ അത് പറിക്കുന്നതൊക്കെ. അടിപൊളി ഒരു കാഴ്ച നോക്കിക്ക്. ഒരു ചേട്ടൻ പുല്ല് പറിച്ചിട്ട് കരിമ്പിന്റെ അതാന്ന് തോന്നുന്നു. ബൈക്ക് റോഡ് കാണാനില്ല, നമുക്ക് സൈഡ് കൊടുക്കാനായിട്ടില്ല. പാവം ഒരു കുഴിയിൽ പെട്ട് കിട്ടോ. വലിക്കണ പിടിക്കണ ഞാൻ മുക്കള ഇല്ല വലിക്കട്ടെ. ഓക്കെ. നല്ല സാധനമല്ലേ? കൊയ്യോ എന്നാ രസമാ. എന്താ കാഴ്ച നോക്കിയ പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും മലനിരകളൊക്കെ ആയിട്ട് നോക്കി. കുറേ ചേച്ചിമാർ നോക്കി രാവിലത്തെ പണി കഴിഞ്ഞ് ഉച്ചപ്പണി കഴിഞ്ഞ് പോകാൻ തോന്നുന്നു. രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് പോകുന്ന നോക്കിക്ക്. ശരിക്കും നമ്മൾ സിനിമയിലും ടി വിയിലൊക്കെ കാണുന്ന ഒരു കാഴ്ച തന്നെ കേട്ടോ. എന്താ രസമല്ലേ? അവര് പണിക്ക് വിളിക്കുവാന്ന് തോന്നുന്നു അല്ലേ? മുളകെല്ലാം ഉണക്കായിട്ടുണ്ടല്ലേ? ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തുകയാണേ. ഇവിടെ വന്ന സ്ഥിതിക്ക് തമിഴ്നാട്ടിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സാധനം കഴിക്കാം. മധുരമുണ്ട്.
അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഏകദേശം നമ്മുടെ ട്രിപ്പ് ഇതാ ഇവിടെ തീരാൻ പോവുകയാണ് കേട്ടോ. വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ തേക്കടി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പോകാൻ പറ്റിയൊരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ ഈ തമിഴ്നാട്ടിലെ തേനി ഡിസ്ട്രിക്റ്റിലെ ഗൂഡല്ലൂർ വില്ലേജും അതുപോലെ മുന്തിരിത്തോട്ടവും ഒക്കെ. തേക്കടിയിൽ വരുന്നവരാണെങ്കിൽ തേക്കടിയിലെ ബോട്ടിങ്ങും അതുപോലെ തേക്കടിയിലെ ആന സഫാരിയൊക്കെ എടുത്തതിന് ശേഷം അവിടുന്ന് 18 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ ഗൂഡല്ലൂർ ഏരിയകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു വില്ലേജിൻ്റെ ആ മനോഹാരിതയും അവിടുത്തെ ആളുകളുടെ കൃഷി രീതികളും ഒക്കെ കണ്ട് ഒരു നല്ലൊരു റോഡ് ട്രിപ്പ് തന്നെയായിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ, താങ്ക് യു.